തൃശൂർ സുരേഷ് ഗോപി തന്നെ എടുക്കും എന്ന് ഉറപ്പാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്തുമെന്ന് ബി.ജെ.പി. ജില്ലാ ഘടകം കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിച്ച കണക്കിൽ പറയുന്നു. എത്ര വോട്ടിന് സുരേഷ് ഗോപി വിജയിക്കും എന്ന് പ്രവചിക്കുന്നില്ല എങ്കിൽ പോലും 20,000 വോട്ടിനെങ്കിലും മുന്നിലാകുമെന്നാണ് സൂചന നൽകിയിട്ടുള്ളത്. തൃശൂരിൽ 10,000 വോട്ട് വരെയും മറ്റ് 2 മണ്ഡലങ്ങളിൽ 5,000 വോട്ട് വരെയും മുന്നിലാകുമെന്ന് പാർട്ടി കണക്കെടുപ്പിൽ വ്യക്തമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 1,275 ബൂത്തുകളിലെ വോട്ടിന്റെ കണക്കാണ് പരിശോധിച്ചത്. കഴിഞ്ഞ തവണ 2.94 ലക്ഷം വോട്ടാണ് കിട്ടിയത്. ഇത്തവണ 60,000 മുതൽ 1 ലക്ഷം വോട്ട് വരെ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വോട്ട് 4 ലക്ഷത്തിന് അടുത്തെത്തുമെന്ന് പറയാൻ കാരണമായി റിപ്പോർട്ടിൽ പറയുന്നത് 65,000 വോട്ടുകൾ പുതിയതായി ചേർത്തിട്ടുണ്ട് എന്നതാണ്. പാർട്ടി കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണിത് ചേർത്തത്. ഇതിൽ 60,000 വോട്ടും പോൾ ചെയ്തിട്ടുമുണ്ട്. ഇതിനൊപ്പം സുരേഷ് ഗോപി പ്രഖ്യാപിച്ച വികസന നയവും വോട്ട് കൂടാൻ ഇടയാക്കും. 3 വർഷമായി സുരേഷ് ഗോപി മണ്ഡലത്തിൽ പല തലത്തിലുള്ള ആളുകളുമായും ഇടപഴകിയിട്ടുണ്ട്. ധാരാളം ആളുകളെ സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് സഹായിക്കുകയും ചെയ്തു. പുതുക്കാട്, മണലൂര് മണ്ഡലങ്ങളിൽ പാർട്ടി വലിയ മുന്നേറ്റം നടത്തുമെന്നും വിലയിരുത്തപ്പെടുന്നു. മുന്നേറുമെന്ന് കരുതുന്ന 5 മണ്ഡലങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 30,000 മുതൽ 40,000 വരെ വോട്ട് പാർട്ടി നേടിയ മണ്ഡലങ്ങളാണ്. തൃശൂരിൽ സ്ത്രീ വോട്ടർമാർ സുരേഷ് ഗോപിക്കൊപ്പം നിന്നു എന്നാണ് ബി.ജെ.പിയുടെ വിശ്വാസം. ഈഴവ, നായർ വോട്ടുകളിൽ നല്ലൊരു ശതമാനവും സുരേഷ് ഗോപിക്കൊപ്പമാണ് എന്ന് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നു. ഇതിനൊപ്പം ക്രിസ്ത്യൻ വോട്ടിൽ ഒരു പങ്ക് ലഭിക്കുകയും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സീറ്റ് ഉറപ്പിക്കാം എന്നാണ് ബി.ജെ.പി പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 5 സീറ്റെങ്കിലും നേടാനാകും എന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് 3.60 ലക്ഷം വോട്ടുകൾ പിടിക്കും. 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിക്കുമെന്നും ബി.ജെ.പി. നേതൃയോഗം വിലയിരുത്തി കഴിഞ്ഞു. നേമത്ത് 20,000 മുകളിലും വട്ടിയൂർക്കാവിൽ 15,000 മുകളിലും ലീഡ് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. തൃശൂരിൽ 4 ലക്ഷം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പിടിക്കാനാകും. തൃശൂർ, മണലൂര്, ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനം നേടുമെന്നാണ് പറയുന്നത്. നാട്ടിക, പുതുക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനം ലഭിക്കും. ആറ്റിങ്ങലിൽ വി. മുരളീധരന് 3 ലക്ഷം വോട്ടുകൾ നേടാനാകുമെന്നാണ് വിലയിരുത്തലുകൾ. പത്തനംതിട്ടയിൽ കെ. സുരേന്ദ്രൻ നേടിയ 2.97 ലക്ഷം വോട്ടിനെ മറികടക്കാൻ അനിൽ ആന്റണിക്ക് സാധിക്കുമെന്നും യോഗം വിലയിരുത്തിയിട്ടുണ്ട്.